ഓക്കെ, അപ്പോൾ നമുക്ക് കീവേഡ്സ് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്യാം. ആ പ്ലാനർ ഒരു ടൂളാണ്. ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഗൂഗിൾ ആഡ്സിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ഇവിടെ ലോഗിനാണ്. നിങ്ങളത് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് വരും. അപ്പം കീവേഡ് പ്ലാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്നെങ്കിൽ ഗൂഗിൾ ആഡ്സിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ പ്ലാനർ അതിൽ ആ ഒരു ടൂളിലേക്ക് തന്നെ ആയിരിക്കും ചെല്ലുന്നത്. അതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇങ്ങനെയൊരു വിൻഡോയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. സോ അവിടെ നിന്നും ഇങ്ങനെയൊരു വിൻഡോയിലേക്ക് നിങ്ങൾ ചെല്ലും. കംപ്ലീറ്റ് സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു വിൻഡോയിലേക്ക് ചെല്ലും. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് കീവേഡ് പ്ലാനർ ആ ഒരു ടൂൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്ലാനറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനകത്ത് സൈനപ്പ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിന് കാണിച്ചു തരാൻ പറ്റില്ല. എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ, ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കിവിടെ ഓൾറെഡി ഒരെണ്ണം ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കീവേഡ് പ്ലാനറിൽ ഇതുപോലെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ്. അതായത് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു കീവേഡ് കൊടുക്കുകയാണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകളും അതിൻ്റെ സെർച്ച് വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റർ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് URL ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ ഗെറ്റ് റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. സോ രണ്ട് രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമുക്കൊരു കീവേഡ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കീവേഡ്സ് നമ്മുടെ ഫോക്കസ് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് കീവേഡ്സ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അവിടെ നമ്മൾ ലിങ്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീറ്ററിൻ്റെ ലിങ്ക്, അതായത് ഒരേ ഫീൽഡിൽ നിൽക്കുന്ന മറ്റൊരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഇതിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് വിത്ത് കീവേഡ്സിനോട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം ഞാനിവിടെ ഇന്ത്യ മാറ്റി ഞാനിവിടെ ലൊക്കേഷൻ കൊടുക്കുന്നത് കേരളയാണ്. അതായത് കേരള എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ സെർച്ച് വോളിയാണ് എനിക്ക് കാണേണ്ടത്. സോ ഞാനത് സേവ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് ഞാൻ ഗെറ്റ് റിസൾട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അതൊന്ന് ലോഡാവും. ലോഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ഇത്രയും സെർച്ചസ് വന്നിട്ടുണ്ട്. അതായത് 100 to 1K സെർച്ചസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കോമ്പറ്റീഷൻ ഇത് രണ്ടും നിങ്ങൾ നോക്കണ്ട. അതായത് ഇയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസും അതുപോലെ ലാസ്റ്റ് 3 മന്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസും നിങ്ങൾ നോക്കണ്ട. ഇനി നോക്കണം, അത് കൂടുതൽ ഗൂഗിൾ ആഡ്സിൽ വരുന്നതാണ്. അതുപോലെ ബിഡ് റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ബിഡ് റേറ്റൊക്കെ നമുക്ക് ഓരോ കീവേഡിന് കൊടുക്കുന്ന കോമ്പറ്റീഷൻ അനുസരിച്ച് ഓരോ കീവേഡിനും ഓരോ ബിഡ് റേറ്റ് വരുന്നുണ്ട്, ഓരോ എമൗണ്ട് വരുന്നുണ്ട്. സോ അതൊന്നും നോക്കണ്ട. നിങ്ങളിവിടെ കോമ്പറ്റീഷൻ നോക്കുക. അതായത് ഇത്രയും സെർച്ച് വരുന്നുണ്ട്, പക്ഷേ കോമ്പറ്റീഷൻ ലോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ലോ ഉള്ള ഒരുപാട് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 to 100 സെർച്ച് വരുന്ന ഒരു കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ കോഴ്സസ് ഇൻ കേരള. അതിൻ്റെ കോമ്പറ്റീഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മീഡിയം എന്ന് കാണാൻ പറ്റും. അതായത് കോമ്പറ്റീഷൻ ഇച്ചിരി കൂടെ കൂടുതലാണ്, ലോ അല്ല. ഒരുപാട് ആളുകൾ എടുക്കുന്ന ഒരു കീവേഡ് ആണ് എന്ന് പറഞ്ഞു. സോ ഇതിലേത് കീവേഡ്സ്, അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലാണ്. അതായത് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പൈസ അല്ലെങ്കിൽ ഗൂഗിളിലേക്ക് കാശ് കൊടുത്തുകൊണ്ട് സ്പോൺസർഡ് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ എന്താ ഒരുപാട് ആളുകൾ കീവേഡ്സിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പം കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കീവേഡ് റാങ്ക് ചെയ്ത് വരാണ്ട് ഒരുപാട് ടൈം എടുക്കും. അതായത് ഒരു 6 months കഴിയുമ്പോഴത്തേനുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിൽ എന്താ കയറി അതിൻ്റെ റാങ്കിൽ വന്ന് അതിൽ നിന്ന് നമുക്ക് റിസൾട്ടിലേക്ക് എത്തുന്നതിന് സാധിക്കും. അതായത് നമുക്കൊരു ജസ്റ്റ് 1 day അല്ലെങ്കിൽ 2 months അല്ലെങ്കിൽ 3 months കൊണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് അല്ല ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം കിട്ടുന്ന കീവേഡ്സ് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണിത്. സോ അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടത് ഇതൊന്നുമല്ല. നമ്മൾ എടുക്കേണ്ടത് കീവേഡ്സും അതുപോലെ തന്നെ ആവറേജ് മന്ത്ലി സെർച്ചസും ഒരു മാസം വന്നിരിക്കുന്ന സെർച്ചസുമാണ് നമുക്ക് എടുക്കേണ്ടത്.
സോ അപ്പോൾ നമുക്ക് കീവേഡ്സ് ഇതാണ്. അപ്പോൾ നമ്മൾ കീവേഡ്സ് ഫൈൻഡ് ചെയ്യുന്നത് വളരെയധികം നോക്കി വേണം എടുക്കാനായിട്ട്. സോ കീവേഡ്സ് ഫൈൻഡ് ചെയ്തെങ്കിൽ നമുക്ക് എന്താ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് ഇവിടുന്ന് ഗൂഗിൾ ഷീറ്റിലോട്ട് വേണം മാറ്റാം. ഗൂഗിൾ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഇത് ഓപ്പൺ ആയി വരും. ഇവിടെ ഓക്കെ, ഇവിടെ ഞാൻ DM ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കീവേഡ്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അതിവിടെ എൻ്റെ ഫോൾഡർ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ആ പാത്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിൽ ഡൗൺലോഡ് എന്ന് പറയുന്നതിലേക്ക് കൊടുക്കുക. സോ നമ്മൾ ആ റിപ്പോർട്ട് എന്താ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് എന്താ നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു. സോ ഇനി നമുക്ക് ആ ഒരു കാണുന്നുണ്ടെങ്കിൽ ഓപ്പൺ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രൈവിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ ഷീറ്റ് ചെന്നതിന് ശേഷം ആ ഒരു ഫോൾഡർ നോക്കി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് കീവേഡുകൾ ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കീവേഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് കീവേഡ്സ് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയല്ല, നന്നായി ടൈം എടുത്ത് നല്ല രീതിയിൽ അത് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്തെടുക്കണം. സോ ഇവിടെ ഒരുപാട് കീവേഡ്സുകളുണ്ട്. അതായത് ഏകദേശം 136 കീവേഡ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെർച്ച് വോളിയം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷനാണ് നമുക്കിത് വേണ്ടത്. ബാക്കി എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ എന്താണ് നമുക്ക് അവിടെ നിന്ന് കളയാനേ പറ്റും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് കോളം കൊടുക്കുക. ഓക്കെ, അത് ഡിലീറ്റ് കോളം കൊടുക്കുക. അങ്ങനെ ഡിലീറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ആവശ്യമില്ലാത്തെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് കീവേഡ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തിരുന്നു. ആ ഫൈൻഡ് ചെയ്ത കീവേഡ്സിനകത്ത് നമ്മൾ കുറച്ച് കോളം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് മെയിൻലി വേണ്ടത് ഈ കീവേഡും അതുപോലെ ആവറേജ് മന്ത്ലി സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ ഇത് രണ്ടും നമ്മൾ എന്താണ് ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഫോക്കസ് കീവേഡ് ഏതാണ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓൺലൈൻ ഇൻ കേരള, അതാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തന്നെ നമുക്ക് ഫോക്കസ് കീവേഡായിട്ട് എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു മീഡിയം ഒരു കീവേഡ് കണ്ടായിരുന്നു. സോ ഞാൻ ഇതാണ് എടുക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ കോഴ്സസ് ഇൻ കേരള എന്ന് പറയുന്നത് ആണ് എൻ്റെ ഫോക്കസ് കീവേഡെങ്കിൽ അതായിരിക്കും ഞാൻ മെയിനായിട്ട് പുഷ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സെർച്ചിലായിരിക്കും എൻ്റെ റിസൾട്ട്. അതായത് ഏതെങ്കിലും ഒരു യൂസർ വന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ ഡിജിറ്റൽ മാർക്കറ്റ് ഓൺലൈൻ കോഴ്സ് ഇൻ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് എന്താണ്, ആ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ SERP, അതായത് ഈ ഒരു പേജിന് നമ്മൾ പറയുന്നതാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊറി അടിച്ച് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു പേജിന് നമ്മൾ SERP പേജ് എന്നാണ് പറയുന്നത്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ് പറയുന്നത്. അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോക്കസ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്താണ് ആ ഒരു SEO ചെയ്യുന്നത്. സോ ഇതാണ് ഫോക്കസ് കീവേഡ്. അപ്പം എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്ത് എന്താ ഇച്ചിരി ബോൾഡാക്കി ഞാനതിവിടെ കൊടുക്കുന്നു. സോ ഇനി ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് നമുക്ക് ഓൺ പേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യണം, ഗൂഗിൾ അനാലിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്. സോ ആ പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.